ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാർവതിയുടെയും അതുപോലെ തന്നെ ജയറാമിൻ്റെയും മകനായ കാളിദാസ് ജയറാമിൻ്റെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ഇന്നലെ ചെന്നൈയിൽ തുടക്കമായിരിക്കുന്നു. തൊട്ടടുത്ത സുഹൃത്തുക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ബിസിനസ് സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ചെന്നൈയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇന്നലെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാളവിക ജയറാമും അദ്ദേഹത്തിൻ്റെ വരൻ നവനീതും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ിയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്ത ബന്ധുക്കളും മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ജയറാമും അതുപോലെ തന്നെ കാളിദാസനും അതുപോലെ തന്നെ പാർവതിയും താരണിയും അവരുടെ കുടുംബങ്ങളെല്ലാം വരുന്ന ദൃശ്യങ്ങൾ ആദ്യമായി നമുക്കൊന്ന് കണ്ടുവരാം. Thank you so much. അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാം തന്നെ ചടങ്ങിലേക്ക് കടന്നു വരുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടനും അതുപോലെ തന്നെ പാർവതി ചേച്ചിയും അതുപോലെ തന്നെ ചക്കിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരൻ നവനീതും എല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാളിദാസ് ജയറാമിനും നമ്മോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കാതോർക്കാം. അതുപോലെ തന്നെ താരിണിക്കും അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. Obviously ரொம்ப emotional-ஆ இருக்கு and I'm extremely happy and I'm extremely grateful and I can't believe that the day is finally here, that the day that I get married to the love of my life. So ரொம்ப சந்தோஷமா இருக்கு and I definitely we all need all of your love and blessings. எனக்கு இப்போ என்ன பேசுறேன்னு தெரியல, ரொம்ப blank-ஆ இருக்கு. யூஸ்வலாக ஸ்டேஜ் ஏறினா ஏதாவது நான் மேனேஜ் பண்ணிடுவேன், ஏன்னா குவைட் ஃபெமிலியர் ஸ்டாண்டிங் ஆன் ஸ்டேஜ் அண்ட் டாக்கிங். பட் இப்போ என்னன்னு தெரில, புதுசாக ஒரு நர்வஸ்னஸ், ஒரு பயம் எல்லாமே இருக்குது. இப்போ என்ன சொல்லணுன்னா, நிறைய பேர் மேபி பார்க்குறவங்க நினைப்பாங்க இதெல்லாம் ஒரு நியூஸாக இத்தனை பேர் எதுக்கு கவர் பண்ணுறாங்க அப்படின்னு. பட் என்னை பொறுத்த வரைக்கும் என்னோட ஒரு ஹாப்பியஸ்ட் மொமெண்ட் இன் மை லைஃப், என்னோட லவ் ஆஃப் மை லைஃப் தாரிணி கூட நான் ஒரு புது ஜேர்னி ஆரம்பிக்கிறேன். ஸோ அது என்னோடய ஃபேமிலி எந்த அளவுக்கு எனக்கு இம்பார்ட்டண்ட்டோ அந்த அளவுக்கு நீங்கள் மீடியா அண்ட் ப்ரெஸ் எனக்கு அந்த அளவுக்கு இம்பார்ட்டன்ட். அண்ட் இதை பார்த்துட்டு இருக்கிற ஆடியன்ஸ் எல்லாருமே ஐ கன்சிடர் தெம் அண்ட் யூ as மை ஃபேமிலி. அதுக்காக தான் எல்லாரையும் இங்கே இன்வைட் பண்ணேன். வர டிசம்பர் 8ஆம் தேதி இஸ் அ வெட்டிங் குருவாயூர் கோவிலில். ஸோ எல்லாரும் கண்டிப்பாக எல்லாரோடையும் பிளெஸிங்ஸ் தேவை. தேங்க்யூ. അപ്പോൾ രണ്ടാൾക്കും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ അത്തരമൊരു ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണ് എന്നാണ് നമ്മുടെ കാളിദാസ് ജയറാം പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം
സ്നേഹം പങ്കുവെക്കാനും അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും കാളിദാസ് ജയറാം ഈ ചടങ്ങ് ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ കല്യാണത്തിനെക്കുറിച്ച് തങ്ങൾ ഇത്രയും താൻ കണ്ട സ്വപ്നം പൂവണിയാൻ പോവുകയാണ് എന്നാണ് താരിണി, ജയറാമിൻ്റെ കാളിദാസൻ്റെ മകൻ്റെ ഭാര്യയാൻ പോകുന്ന താരിണി എന്ന് പറയുന്ന കുട്ടി നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ കല്യാണത്തെക്കുറിച്ച് നമ്മുടെ ജയറാമേട്ടന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് ആദ്യമായി ഒന്ന് ശ്രദ്ധിക്കാം. இதுவரைக்கும் ஒரு மோஸ்ட் ஹாப்பியஸ்ட் டே இன் மை லைஃப் அப்படி சொல்லிக்கலாம். காளியோட கல்யாணங்கும் போது எங்களுக்கு எல்லாம் அது ஒரு ட்ரீம். அது இன்னைக்கு ஒரு ஃபுல்ஃபில் ஆகிற ஒரு நாள் இன்னைக்கு எங்களுக்கு எல்லாருக்கும். பொள்ளாச்சி ஊத்துக்குழி காளிங்கராயர் ஃபேமிலி சொல்லி சொல்லி நிறைய கேள்விப்பட்டிருக்கேன். ஷூட்டிங் எல்லாம் போகும்போது ஊத்துக்குழி ஜமீன் சொல்லி கேள்விப்பட்டிருக்கிற அந்த ஊத்துக்குழி ஜமீன் ஃபேமிலியிலேருந்து என் வீட்டுக்கு என் மருமகளா தாரு வந்ததில் கடவுள் புண்ணியம். அதுக்கு கடவுளுக்கு நன்றி சொல்கிறேன். அண்ட் தேங்க்யூ ஹரி. இப்படி நான் மருமகள் சொல்ல மாட்டேன், என் பொண்ணு இப்போ அது கொடுத்ததுக்கு ரொம்ப சந்தோஷம். அண்ட் ஃப்ரம் யுவர் ஃபேமிலி, பாபுலால் ஃபேமிலி, மோஸ்ட் ரெஸ்பெக்டட் ஃபேமிலி இன் சென்னை. எங்கள் வீட்டுக்கு அவள் மருமகள் இல்லை, எங்கள் பொண்ணு. ரொம்ப சந்தோஷம். இன்னைக்கு ஈவினிங்கில் எல்லா சந்தோஷமும் லாஸ்ட் ஒரு 37 இயர்ஸாக என் சந்தோஷங்கள் எல்லாமே நான் சந்தோஷமாக இருந்தாலும் எதுவாக இருந்தாலும் ஃபஸ்ட்டு வந்து த்ரூ ப்ரெஸ் அவங்க தான் என்னோட என்ன சொல்ல எல்லா வளர்ச்சியிலையும் என் கூடயே ட்ராவல் பண்ணேன். அதுக்காக இன்னைக்கு இந்த ப்ரெஸ் மீட் உங்கள் பிளெஸ்ஸிங்ஸ் வேணும். மேரேஜ் வந்து குருவாயூரில் 8th. அப்போது உங்களுக்கு அந்த போட்டோஸ் வீഡിയോസ് സാധിച്ചത് തങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് താൻ കാണുന്നതെന്ന്, അതുപോലെ തന്നെ അതിന് ദൈവത്തോട് നന്ദി പറയാനും അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മുടെ ജയറാമേട്ടൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ചയാണ് കല്യാണമെന്നും കല്യാണം ഗുരുവായൂരിൽ വെച്ചാണ് നടക്കുന്നത് എന്നും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാകണമെന്നും എല്ലാ സുഹൃത്തുക്കളോടും ജയറാമേട്ടൻ അനുവാദം ചോദിക്കുന്നതും നിങ്ങൾക്ക് കാണാം. തീർച്ചയായും പങ്കെടുക്കുകയും അതുപോലെ തന്നെ കാളിദാസ് ജയറാമിനും അദ്ദേഹത്തിൻ്റെ നവവധുവിനും ആശംസകൾ അറിയിക്കാനും ചടങ്ങ് വേദിയായി. തീർച്ചയായിട്ടും അടുത്ത ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ചാണ് കല്യാണം നടക്കാൻ പോകുന്നത്. തീർത്തും വ്യത്യസ്തവും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും ഗുരുവായൂർ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ വെച്ച് അടുത്ത വീഡിയോവുമായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ കല്യാണ വേദിയിൽ വെച്ച് കാണാമെന്ന് ഉറപ്പ് നൽകുന്നു. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.